തിയോളജി ഓഫ് ബോഡി, ജെൻഡർ ആൻഡ് സെക്സ് എന്ന നമ്മുടെ പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സെക്ഷുവൽ റെവല്യൂഷനിൽ ഒഴിച്ചുകൂടാനാകാത്ത 4 വ്യക്തിത്വങ്ങളുണ്ട്. അതിൽ 2 വ്യക്തികളെ നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ടു കഴിഞ്ഞു. സിഗ്മണ്ട് ഫ്രോയിഡ്, മാർഗരറ്റ് സാംഗർ. അവർ ഉന്നയിച്ച ആശയങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നും നാം കണ്ടു കഴിഞ്ഞു. ഇന്ന് നാം അടുത്ത 2 വ്യക്തികളെയാണ് പരിചയപ്പെടുന്നത്, അല്ലേ സാർ? തീർച്ചയായിട്ടും ആതിര, സെക്ഷുവൽ റെവല്യൂഷനെയും ഇന്ന് നമ്മൾ കാണുന്ന ജെൻഡർ ഐഡിയോളജി അതുപോലെയുള്ള പല ഐഡിയോളജികളെയും ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് ചെയ്ത അടുത്ത ഒരു വ്യക്തിയാണ് ആൽഫ്രഡ് കിൻസി. അപ്പോൾ ഇദ്ദേഹം ഒരു അമേരിക്കൻ സൈക്കോളജിസ്റ്റായിരുന്നു, ഒരു ബയോളജിസ്റ്റാണ്. അദ്ദേഹം നടത്തിയ റിസർച്ചിൻ്റെ വെളിച്ചത്തിൽ 1947 പുരുഷന്മാരുടെ സെക്ഷൽ ബിഹേവിയറിനെ കുറിച്ചൊരു ബുക്ക് പുറത്തിറക്കി. അതായത് സെക്ഷൽ ബിഹേവിയർ ഇൻ ദ ഹ്യൂമൻ മെയിൽ. അതുപോലെ തന്നെ ഒരു 5 വർഷം കഴിഞ്ഞ് സെക്ഷൽ ബിഹേവിയർ ഇൻ ദ ഫീമെയിൽ എന്നും പറഞ്ഞിട്ട് അടുത്ത ഒരു ബുക്ക് ഇറക്കി. അപ്പോൾ ഇതെല്ലാം അന്നുവരെ ഈ ഹോമോസെക്ഷുവാലിറ്റിയെക്കുറിച്ചൊന്നും വളരെ പ്രത്യക്ഷമായിട്ടൊരു സംസാരമോ ഒന്നുമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ സെക്ഷൽ റെവല്യൂഷൻ ഏകദേശം അതിൻ്റെ പീക്കിലേക്ക് പോകാൻ തുടങ്ങിയ ആ സമയങ്ങളിൽ ഇത് വളരെയധികം ചലനങ്ങൾ അമേരിക്കയിലും ലോകം മുഴുവനും ഉണ്ടാക്കി. വർഷങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് വർഷങ്ങൾ. 1950s സെക്ഷൽ റെവല്യൂഷൻ അതിൻ്റെ ഒരു എപ്പിറ്റോമിലെത്തി. യെസ്, പോണോഗ്രഫി, സെക്ഷൽ റെവല്യൂഷൻ, സെക്ഷൽ ഫ്രീഡം എന്നൊക്കെ പറഞ്ഞുള്ള കോൺട്രാസെപ്റ്റീവ്സ് ഇതെല്ലാം ആ കാലഘട്ടത്തിലാണ് ഒരുമിച്ച് വന്നത്. അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഈ സെക്ഷൽ റെവല്യൂഷന് തീ ആളി കത്തിക്കാനായിട്ട് ഉപകരിച്ചു. അപ്പോൾ എന്താണ് ഇദ്ദേഹം പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹം നടത്തിയ സർവേയുടെ ഫലമായിട്ട് അദ്ദേഹം പറയുന്നു, അമേരിക്കയിൽ ലോകത്ത് ഉള്ളതിനെക്കാട്ടിൽ കൂടുതൽ ഹോമോസെക്ഷൽസ് ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കണക്ക് പ്രകാരം ടോട്ടൽ പോപ്പുലേഷനിൽ ഒരു 10 to 35% ആളുകൾ ഈ ബുക്കിൽ പറയുന്നതാണ് ഹോമോസെക്ഷൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ടിട്ടുള്ളവരാണ്. അതിൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കണക്കും പ്രകാരം 7% പുരുഷന്മാരും 13% സ്ത്രീകളും പ്രധാനമായിട്ട് ടോട്ടലി സെയിം സെക്സ് അല്ലെങ്കിൽ ഈ ഹോമോസെക്ഷൽ ടെൻഡൻസിയും ആ ആക്ടിവിറ്റിയിൽ ജീവിക്കുന്നവരാണ്. അതുപോലെ തന്നെ ആ റിപ്പോർട്ടിൽ പറയുന്നത് 94% ആളുകളും വ്യഭിചാരം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സെക്ഷൽ റെവല്യൂഷൻ ഒരു വലിയൊരു ഓപ്പണിംഗ് ആയിരുന്നു ഈ സെക്ഷൽ ഫ്രീഡത്തിന്. അപ്പോൾ അവർ ചിന്തിക്കും, എന്നാൽ ഞാനും ഹോമോസെക്ഷൽ. ആൽഫ്രഡ് കെൻസി പറഞ്ഞത് ഓൾറെഡി ഇത്രയും % ആൾക്കാർ ആണെന്നാണ് അയാളുടെ പഠനപ്രകാരം ഈ ബുക്കിൽ പറയുന്നത്. അപ്പോൾ ആളുകൾ എന്ത് ചിന്തിച്ചു, ഇതൊരു ലൈസൻസായി, എന്നാൽ പിന്നെ എന്നാ ഇത് പിന്നെ ഞാനും ഹോമോസെക്ഷൽ ആയിരിക്കും. അല്ല, 94% ആളുകൾ വ്യഭിചാരം ചെയ്യുന്നുണ്ട്, അതിലെന്ത് ഡിഫറൻസ് വരുത്താനാ? എനിക്കും സെക്ഷൽ ഫ്രീഡം ഉണ്ട്, എനിക്കും ചെയ്യാം, അവർക്ക് ചെയ്യാമെങ്കിൽ എനിക്കും ചെയ്യാം. യെസ്. അപ്പോൾ ഇങ്ങനെയൊരു മാറ്റങ്ങൾ, ചിന്തകളിൽ വലിയൊരു മാറ്റം വരുത്തി ആ കാലഘട്ടത്തിൽ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പഠനം തെറ്റാണ് എന്ന്, കപടശാസ്ത്രമാണ് എന്ന് മറ്റുള്ളവർ തെളിയിച്ചു എങ്കിൽ പോലും അദ്ദേഹം അതിനുവേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് അത് തന്നെയാണ് ശരി എന്ന് സ്ഥാപിച്ചു. അപ്പോൾ അങ്ങനെ ആ കാലഘട്ടത്തിൽ അതിനെ എതിർത്ത് വേറൊന്നും ആളുകൾ ഒന്നും പറയുകയോ ചെയ്യുകയോ ചെയ്തില്ല. അതിൻ്റെ കൂട്ടത്തിൽ സെക്ഷൽ റെവല്യൂഷൻ്റെ കൂട്ടത്തിൽ ഇതൊരു ആഡഡ് ഫീച്ചറായിട്ട് ഇതങ്ങ് പോയി. എതിർക്കാനുള്ളൊരു ശ്രമം ഉണ്ടായിരുന്നു. കപടശാസ്ത്രമാണെന്ന് മറ്റുള്ളവർ ഓപ്പണായിട്ട് അത് പ്രൂവ് ചെയ്ത് പറഞ്ഞു. കാരണം ഇദ്ദേഹം സർവേ നടത്തിയ ആളുകൾ കൂടുതലും ക്രിമിനൽസ്, പ്രിസണേഴ്സ്, ഈ പ്രോസ്റ്റിറ്റ്യൂട്ട്സ്, ഇങ്ങനെയുള്ള ഗ്രൂപ്പിനെയാണ് ഇദ്ദേഹം സർവേ നടത്തി, സാമ്പിള് സർവേയിൽ. അപ്പോൾ അവിടെയാണ് വലിയ ഫ്ലോപ്പ് പറ്റിയത്. അപ്പോൾ നമ്മൾ അതിലേക്കല്ല പോകുന്നത്. ഇത് പക്ഷേ എങ്കിൽ ലോകത്തിലാകമാനം വലിയ മാറ്റം ഉണ്ടാക്കി. ഈ ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് ഒരു റെഗുലർ കാര്യമായിട്ട് ആളുകൾ പിന്നെ ചിന്തിക്കാൻ തുടങ്ങി. ഈ ലോകത്തിൽ നിന്ന് ഇത്രയും വ്യാപകമായിട്ട് ഈ ഹോമോസെക്ഷുവാലിറ്റിയെക്കുറിച്ചുള്ള
ചിന്തകളും പഠനങ്ങളും ആക്ടിവിറ്റികളും ഒക്കെ വരാനൊരു കാരണം അതാണ്. പക്ഷേ സത്യം അതല്ല. കാരണം ഇപ്പോൾ അമേരിക്കയിൽ അവർ പറയുന്നത് 25% ആളുകൾ, ഇത് വെറുതെ സർവേ പറയുന്നതാണ്, 25% ആളുകൾ ഹോമോസെക്ഷൽസ് ആണെന്നാണ് പറയുന്നത് ഇന്ന്. പക്ഷേ അത് തെറ്റാ. അത് CDC എന്ന് പറയുന്നതാണ് നമ്മുടെ സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോൾ. അമേരിക്കയുടെ എല്ലാ നമ്മുടെ മെഡിക്കൽ പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും കൺട്രോൾ ചെയ്യുന്ന ഇതാണ്. അപ്പോൾ അവരുടെ കണക്കും പ്രകാരം അമേരിക്കയിൽ 1.6%-ലധികം ഒരിക്കലും ഹോമോസെക്ഷൽ ആളുകൾ ഉണ്ടായിട്ടില്ല എന്നാണ് ഗവൺമെൻറ്റിൻ്റെ കണക്കും പ്രകാരം പറയുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ ഇതൊരു കപടശാസ്ത്രമാണെന്ന് നമുക്ക്, ഇത് ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ ഇൻഫർമേഷനാണ്. പക്ഷേ അതിനു മുമ്പേ തന്നെ ഇതൊരു തെറ്റായ പ്രചരണം, നമുക്കറിയാമല്ലോ, ഒരു തെറ്റായിട്ടുള്ള ഒരു കാര്യം വരുമ്പം ആളുകൾ പെട്ടെന്ന് അതായിരിക്കും അബ്സോർവ് ചെയ്യുന്നത് കൂടുതലും. എനിക്ക് തോന്നുന്നു ഹോമോസെക്ഷുവാലിറ്റിയെ പറ്റി പറഞ്ഞതുകൊണ്ടാണ് ഇന്ന് കേരളത്തിൽ പോലും ഹോമോസെക്ഷുവാലിറ്റി വളരെ കോമൺ ആയ ഒരു പദമായി തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്യുന്നവരുടെ എണ്ണവും കൂടിയിട്ടുണ്ട്. ഫാമിലിയെ എതിർത്തും ഒക്കെ ഒരുമിച്ച് താമസിക്കുന്നവരെ നമുക്കറിയാം. റിയ, ഈ യൂത്തിൻ്റെ ഇടയ്ക്ക് ഹോമോസെക്ഷുവാലിറ്റിയെ കുറിച്ചുള്ള ഒരു അഭിപ്രായം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾ സംസാരിക്കുമല്ലോ, അതിനെന്താ, അല്ലെങ്കിൽ അതിന് കുഴപ്പമുണ്ടോ എന്നൊക്കെ. അത് തീർച്ചയായിട്ടും സെക്യുലർ കൾച്ചർ പഠിപ്പിക്കുന്നത് പോലെ തന്നെ യൂത്തിൻ്റെ ഇടയിലും അത് സർവ്വസാധാരണമായിട്ടുള്ളൊരു കാര്യമാണ്. അതിലെന്താ ഇത്ര ചിന്തിക്കാനിരിക്കുന്നത്? അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യുന്നു, അവരുടെ മനസ്സിൽ അവർക്ക് തോന്നുന്നത് എന്തോ അത് തന്നെ എന്നുള്ള രീതിയിലാണ്. അതിപ്പം സാറ് ആൽഫ്രഡ് കിൻസി പഠിപ്പിച്ചതുപോലെ തന്നെ, അയാൾ കണ്ടെത്തിയതുപോലെ തന്നെ ഒരു പക്ഷേ സ്ത്രീകളുടെ ഇടയിൽ കൂടുതലായിട്ടും ഹോമോസെക്ഷുവാലിറ്റി എന്നുള്ളൊരു കൺസെപ്റ്റ് കൂടുതൽ വരുന്നുണ്ട് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് പലതവണയും. സർ, ഹോമോസെക്ഷുവാലിറ്റിയെ പറ്റി തീർച്ചയായിട്ടും നമുക്ക് ഒരു എപ്പിസോഡ് അതിനെക്കുറിച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ അതിനകത്തിൽ നമുക്ക് കൂടുതൽ അതിൻ്റെ ഡീറ്റെയിൽസ്, സഭയുടെ സ്റ്റാൻഡ് ഒക്കെ നമുക്കതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വ്യക്തമായിട്ട്. അപ്പോൾ ഇതാണ് ആൽഫ്രഡ് കിൻസിയുടെ ചരിത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആൽഫ്രഡ് കിൻസി അദ്ദേഹം പിന്നീട് ഞാൻ പറഞ്ഞല്ലോ ഇതുപോലെയുള്ള പഠനങ്ങളെ പ്രൊമോട്ട് ചെയ്ത് ഹോമോസെക്ഷുവാലിറ്റിയുടെ ഒരു ഫാദർ എന്ന് വേണമെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ പറയാൻ പറ്റും. അപ്പോൾ അതെല്ലാം നമ്മുടെ ജെൻഡർ ഐഡിയോളജിയുമായിട്ട് കണക്റ്റഡാണ്. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇനി അടുത്ത ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ജെൻഡർ ഐഡിയോളജിയുടെ ഫാദർ എന്ന് നമുക്ക് പറയാവുന്ന ആളാണ് ജോൺ മണി. അപ്പോൾ ഈ ജോൺ മണി ഒരു സൈക്കോളജിസ്റ്റ് ആയിരുന്നു. ന്യൂസിലൻഡിൽ നിന്ന് അമേരിക്കയിലേക്ക് അദ്ദേഹം 1947 കുടിയേറി. അപ്പോൾ ഇതെല്ലാം ടൈം നോക്കണം, ഇയേഴ്സ്, ആ ഒരു ടൈമിങ്, ഇവരെല്ലാം കൂടെ ഒരുമിച്ച് വന്നു എന്നുള്ളതാണ്. അപ്പോൾ വളരെ വൾണറബിളായിട്ടുള്ള ആ ഒരു ടൈമിലാണ്, സെക്ഷൽ റവല്യൂഷൻ്റെ ആ ടൈമിലാണ് ഇത് മുഴുവനും ഒരുമിച്ച് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരേ കാലഘട്ടത്തിലുള്ള ആളുകളെ കൂടുതൽ ഇതിന് എത്രത്തോളം സഹായിച്ചു എന്നുള്ളത് പരിചയപ്പെടുത്താനുള്ളൊരു കാരണം. അപ്പോൾ ഇദ്ദേഹം വന്നിട്ട് ഇന്ന് വളരെ ഫേമസ് ആയ, അമേരിക്കയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ജോൺസ് ഹോപ്കിൻസ് സർവകലാശാലയിലെ ഒരു പീഡിയാട്രിക് ആൻഡ് സൈക്കോളജി പ്രൊഫസറായിട്ട് ജോലി ചെയ്തു. അപ്പം ഇന്നും ജോൺ ഹോപ്കിൻസ് എന്ന് പറയുന്നത് ഏറ്റവും ഒരു ടോപ്പ് മെയിനായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ ഇദ്ദേഹം അവിടെ ചെയ്തു. 1951 മുതലാണ് അദ്ദേഹം ഈ ജോൺ ഹോപ്കിൻസിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ വർഷം പറയുന്നത് നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി. യെസ്. അപ്പോൾ ഇദ്ദേഹമാണ് ആദ്യമായിട്ട് ജെൻഡർ ഐഡൻറ്റിറ്റി എന്നുള്ള വാക്ക് മെഡിസിനിലേക്ക് കൊണ്ടുവന്നു, ജെൻഡർ റോള് കൊണ്ടുവന്നു. നമ്മളൊരു കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞായിരുന്നു, അദ്ദേഹമാണ് ശരിക്കും ഈ ജെൻഡർ എന്ന് പറയുന്നത് ബയോളജിക്കൽ സെക്സിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അതൊരു സോഷ്യൽ കൺസ്ട്രക്ഷനാണ്. അതുപോലെ തന്നെ നമുക്ക് കുഞ്ഞുങ്ങളെ എങ്ങനെ വേണേലും വളർത്തിയെടുക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള റിസർച്ചുകളുടെ ഭാഗമായിട്ടാണ് ഇദ്ദേഹം പലതരത്തിലുള്ള പേപ്പറുകളും കാര്യങ്ങളും പ്രസൻറ്റ് ചെയ്ത് 4-5 വർഷം കഴിഞ്ഞ് 1955-56 ആ സമയത്താണ് ജെൻഡർ ഐഡിയോളജിയെ ഒഫീഷ്യലി നാമകരണം ചെയ്ത് അതിന് ഈ പീഡിയാട്രിക് ഡിപ്പാർട്ട്മെൻറ്റിൽ ഈ ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിയിൽ തന്നെ അവിടുത്തെ പീഡിയാട്രിക് എൻഡോക്രിനോളജിസ്റ്റുമായിട്ട് അവരൊന്നു ചേർന്ന്
ഒരു ജെൻഡർ ക്ലിനിക്ക് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അമേരിക്കയിലെ ആദ്യത്തെ ജെൻഡർ ക്ലിനിക്ക് നമുക്ക് വേണേൽ അത് അപ്പോൾ ഇന്ന് നാം കാണുന്ന ജെൻഡറിന്റെ അർത്ഥത്തെ ആ രൂപത്തിലാക്കിയതിന്റെ ഏറ്റവും വലിയ ആള് ജോൺ മണി, പ്രധാനപ്പെട്ട ആളാണ് ജോൺ മണി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്ന സെക്സും നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന സെക്സും അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ അതിനുവേണ്ടിയാണ് ഒരുപാട് റിസർച്ചുകൾ ചെയ്തു. അതിനുവേണ്ടി ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പേപ്പർ രൂപേണ റിസർച്ച് ആയിട്ട് അത് സബ്മിറ്റ് ചെയ്തു. അത് ഒരു പക്ഷേയെങ്കിൽ അതും ഒരുപാട് തെറ്റാണ് എന്ന് തെളിയിച്ചു എങ്കിൽ പോലും അദ്ദേഹത്തിന് ആ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട്, കാരണം ഞാൻ പറഞ്ഞല്ലോ ഇതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് 1950s എന്നൊക്കെ പറയുന്നത്. പോണോഗ്രഫി, സെക്ഷൽ റവല്യൂഷൻ, അതുപോലെ തന്നെ ഈ റവല്യൂഷൻസ് എല്ലാം കൂടെ ഒന്ന് വന്ന്, ഇപ്പോൾ ഹോമോസെക്ഷുവാലിറ്റി വന്നു, ഇതെല്ലാം കൂടെ ഒന്നിച്ച് കത്തിക്കൊണ്ടിരുന്ന ഒരു സമയത്ത് ഇദ്ദേഹത്തിനാണ് കൂടുതൽ പ്രാധാന്യം അവിടെ ആളുകൾ കൊടുത്തത്. അതുപോലെ മീഡിയയും പിന്നെ ഇതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒരുപാട് ആളുകളുണ്ടായിരുന്നിരിക്കാം, നമുക്കറിയത്തില്ല. അപ്പോൾ ഇദ്ദേഹം ഈ ഇൻ്റർസെക്സ് കുട്ടികളെ ട്രീറ്റ് ചെയ്യുന്നെന്നുള്ള ഒരു രീതിയിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ജെൻഡർ ക്ലിനിക്ക് തുടങ്ങിയതിൻ്റെ ഒരു കാരണം തന്നെ ഇൻ്റർസെക്സ് കുട്ടികളെയാണ് ഇദ്ദേഹം കൂടുതലെടുത്ത് പഠിച്ചത്. അപ്പോൾ ഈ ഇൻ്റർസെക്സ് കുട്ടികളെ പഠിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ കുട്ടി ആണോ പെണ്ണോ ആണെന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല, പക്ഷേ ഇതിനെ നമ്മൾ എങ്ങനെ വളർത്തുന്നോ അതായിട്ട് ഈ കുഞ്ഞ് തീരും. അപ്പോൾ അതാണ് സ്റ്റാർട്ടിങ് പോയിൻ്റ്. പക്ഷേ എങ്കിൽ പിന്നീടത് വേറെ ഡിറക്ഷനിലേക്ക് പോയി. അപ്പോൾ ഈ ഇൻ്റർസെക്സ് കുട്ടികളിൽ തുടങ്ങി അത് മറ്റുള്ള കുട്ടികളിൽ അദ്ദേഹം ട്രൈ ചെയ്യാൻ തുടങ്ങി. അതാണ് 1966 ഒരു ഈ ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിയിലെ ജെൻഡർ ക്ലിനിക്കിൽ ആദ്യത്തെ ഈ സെക്സ് റീഅസൈൻമെൻറ്റ് സർജറി അന്നത്തെ അവിടുത്തെ ഡോക്ടറുമായിട്ട് കണക്റ്റഡായിട്ട് ഇവർ ജോൺ മണി റെക്കമെൻഡ് ചെയ്തു. ആദ്യത്തെ സെക്സ് സർജറി നടന്നത് 1966. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഈ ഒരു റീഅസൈൻമെൻറ്റ് സർജറി അത് റെക്കമെൻഡ് ചെയ്തത് 1966 ഡേവിഡ് റേമർ എന്ന് പറയുന്ന ഒരു കുട്ടിയിലാണ്. അതാണ്. അപ്പോൾ അതൊരു ഇന്നും ചരിത്രത്തിലൊരു വലിയ ചോദ്യചിഹ്നമായിട്ട് കിടക്കുന്ന ഒരു കാര്യമാണ് ഡേവിഡ് റേമറിൻ്റെ കാര്യം. അപ്പോൾ ഡേവിഡ് റേമറെ കുഞ്ഞായിരുന്ന സമയത്ത് പരിച്ഛേദനം ചെയ്ത് 8 മാസം പ്രായമുള്ളപ്പോൾ അവനെ സർക്കംസിഷൻ ചെയ്തപ്പോൾ ആൺകുട്ടി അവൻ്റെ ഈ ജെനിറ്റൽസ് അത് അവർ സാധാരണ കട്ട് ചെയ്യുന്നതിലും കൂടുതൽ അത് മുറിഞ്ഞു പോയി ഇൻഫെക്ഷനായി. പ്രാക്ടിക്കലി സ്പീക്കിംഗ് അതിൻ്റെ പെന്നീസ് ഏകദേശം ഇൻഫെക്ഷനും വന്ന്, അതുപോലെ തന്നെ ഇത് കൂടുതൽ അവരന്ന് ഇതിൽ പറയുന്നത് അവരുപയോഗിച്ച ആ ഒരു ഇലക്ട്രിക് ഉപകരണം കൊണ്ടാണ് ഇവർ സർക്കംസിഷൻ ചെയ്തത്. എന്തായാലും ആ കുഞ്ഞിന് അത് നഷ്ടപ്പെട്ട രീതിയിലായി. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ അന്നത്തെ ഏക ജെൻഡർ ക്ലിനിക്ക് ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ജോൺ മണിയാണ് ഇതിനകത്തിൽ ആദ്യമായിട്ട് ജോൺ മണിയുടെ അടുത്ത് വന്നപ്പോൾ പേരൻസിനെ കൗൺസിൽ ചെയ്ത് പറഞ്ഞു ഈ കുഞ്ഞിന് ഇനി ഒരിക്കലും അതിൻ്റെ ജെനിറ്റൽ ഓർഗൻ തിരിച്ച് കിട്ടുകയല്ല ആണായിട്ട്. അതുകൊണ്ട് ഒരേ ഒരു സൊല്യൂഷനേ ഉള്ളൂ, ഇവനെ നമുക്ക് പെണ്ണായിട്ട് വളർത്താൻ പറ്റും. ഇപ്പോൾ ഫസ്റ്റ് കേസ് അപ്ലൈ ചെയ്യുന്നത് ഡേവിഡ് റേമറിൻ്റെ കാര്യത്തിലാണ്, വളരെ സ്പെസിഫിക്കലി. അപ്പോൾ ഇൻ്റർസെക്സ് ആളുകളിൽ നിന്ന് നമ്മൾ സാധാരണ കുട്ടികളിലേക്ക് ഇത് വന്നു. ഒരു പക്ഷേ വേറെ ഓപ്ഷൻ ഒന്നും ഇല്ലായിരുന്നത് കൊണ്ട് പേരൻസ് പ്രഷർ കൊണ്ട് അവർ സമ്മതിച്ചു അവനെ. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് സോഷ്യൽ ട്രാൻസിഷൻ ആണല്ലോ ഇതിനകത്ത്. സോഷ്യൽ ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ പേര് മാറ്റി ബൃന്ദ എന്നാക്കി. ഡേവിഡ് റേമർ ബൃന്ദയായി. അതിനുശേഷം ഡ്രസ്സിങ്ങിൽ അതുപോലെ മറ്റ് രീതിയിൽ പെൺകുട്ടികളെ പോലെ അവനോട് പല കാര്യങ്ങളും ആ രീതിയിൽ പെരുമാറാനും അങ്ങനെയുള്ള പ്രാക്ടീസുകളും കാര്യങ്ങളും. അപ്പോൾ സോഷ്യൽ ട്രാൻസിഷൻ നടന്നു. അപ്പോൾ സോഷ്യൽ ട്രാൻസിഷൻ നടന്നു. കുറേ കഴിഞ്ഞപ്പോൾ ഈ പേരൻസിനോട് ഇയാൾ റെക്കമെൻഡ് ചെയ്തു നമുക്ക് സെക്സ് റീഅസൈൻമെൻറ്റ് സർജറി ചെയ്യാം എന്ന്. പക്ഷേ എങ്കിൽ ഈ സെക്സ് റീഅസൈൻമെൻറ്റ് സർജറി അദ്ദേഹത്തിൻ്റെ സക്സസ്ഫുൾ ആയില്ല എന്നുള്ളത് മാത്രമല്ല, ഈ കുട്ടി
ആകെപ്പാടെ വളരെ അസ്വസ്ഥം എന്ന് പറഞ്ഞാൽ ഒത്തിരി ഈ ഹോർമോണൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോഴേ ഡിപ്രഷനിലേക്ക് പോയി. അപ്പോൾ അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 14 വയസ്സായപ്പം ഡേവിഡിനോട് അവൻ്റെ പേരൻസ് സത്യം തുറന്ന് പറഞ്ഞു, ഇതാണ് നിനക്ക് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഡേവിഡ് അത് തീർച്ചയായിട്ടും തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട്, അപ്പം ഡേവിഡിനൊരു ബ്രദറുണ്ട്, ആ ബ്രദറും ഇവർ ആണും പെണ്ണുമായിട്ട്, അപ്പോൾ ഇവൻ പെണ്ണും അത് ആണുമല്ലേ, അവരെയും കൊണ്ടും പല എക്സ്പെരിമെൻറ്റ്സ് അവരെ രണ്ടുപേരെയും വെച്ചും ഇവർ നടത്തി. ഡേവിഡിന്റെ ബ്രദറിലും ഈ എക്സ്പെരിമെന്റ്സ് അല്ല, ബ്രദറിനെ ആണ്, ഇവൻ പെണ്ണ്. അപ്പോൾ ഇവന് ഒരാൾ പെണ്ണും ഒരാൾ ആണുമായിട്ട് അങ്ങനെയുള്ള പല എക്സ്പെരിമെൻറ്റ്സ് ഈ കുട്ടികൾ അവനിലും നടത്തി. ഇത് വേറെങ്ങും പുറത്തു പോയി ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അപ്പം ഇതാണ് എനിക്ക് മനസ്സിലായത്, ഇത് ഒരിക്കലും ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് അവന് മനസ്സിലായപ്പോൾ ഡേവിഡ് ട്രാൻസിഷന് വേണ്ടിയിട്ട്, ചുരുക്കി പറഞ്ഞാൽ അതിൻ്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ. ഇത് കുറേ നാൾ കഴിഞ്ഞു, കുറേ കഴിഞ്ഞപ്പോൾ അവൻ്റെ 20s തോന്നുന്നു, ഹി ഗോട്ട് മാരീഡ്. അവന് വലിയ ഡിപ്രഷൻ പിന്നെ ഉണ്ടായി, ഭയങ്കര ഫിനാൻഷ്യൽ പ്രോബ്ലം ഉണ്ടായി, സോഷ്യൽ സ്റ്റിഗ്മ, ഇതെല്ലാമൊക്കെ ആയിട്ട് അവസാനം ഹി കമ്മിറ്റഡ് സൂസൈഡ്. അപ്പോൾ ഈ മറ്റേ പിന്നെ കുഞ്ഞും ഇതേപോലെ ഡിപ്രഷനിലും പല പ്രശ്നങ്ങളിലും ആയി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതൊരു തെറ്റായിട്ടുള്ള ഒരു പ്രചരണമായിരുന്നുവെന്ന് അവരുടെ കൂട്ടത്തിലുള്ള മറ്റുള്ള ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിട്ടും ഇയാളതൊരിക്കലും അംഗീകരിച്ചില്ല. അപ്പോൾ ഇങ്ങനെയാണ് ആദ്യത്തെ ഡേവിഡ് റേമറിൻ്റെ കേസിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഡേവിഡ് റേമർ അദ്ദേഹത്തിൻ്റെ തന്നെ അനുഭവം, എനിക്ക് തോന്നുന്നൊരു കുറേ വർഷങ്ങൾക്ക് ശേഷം ആ നേച്ചർ മേഡ് ഹിം എന്ന് പറഞ്ഞ് ഒരു ബുക്ക് 2000 ഒരു ബുക്ക് ഡേവിഡിനെ കുറിച്ച് പുറത്തു വന്നു. അങ്ങനെയാണ് പുറം ലോകം ഈ സത്യമൊക്കെ അറിയുന്നത്. ജോൺ കോളാപ്പിൻഡോ എന്നുള്ള ഒരു ഓതറാണ് ഈ ബുക്ക്, അത് ഇന്നും അവൈലബിളാണ്. അപ്പം ആസ് നേച്ചർ മേഡ് ഹിം ദ ബോയ് ഹൂ വാസ് റേസ്ഡ് ആസ് എ ഗേൾ. അപ്പോൾ അവൻ്റെ തിക്ത അനുഭവങ്ങൾ മുഴുവനും അവിടെ എഴുതിയിരിക്കുകയാണ് അവിടെ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ബുക്ക് ന്യൂയോർക്ക് ടൈംസിലെ ദ ബെസ്റ്റ് സെല്ലറായിട്ട് മാറിയിട്ടുള്ള ബുക്കാണ് ആ സമയത്ത്. അങ്ങനെയാണ് ലോകം ഇതെല്ലാം അറിഞ്ഞത്. അപ്പോഴേക്കും ഇത് 2000 ആയപ്പോഴത്തേക്കും ഇത് വളരെ തെറ്റായിട്ടുള്ള പ്രചരണത്തിലൂടെ ഇത് സർവ്വസാധാരണമായി. ധാരാളം ജെൻഡർ ക്ലിനിക്കുകൾ പല സ്ഥലങ്ങളിലുമായി. നമ്മുടെ പ്ലാൻ പേരൻറ്ഹുഡ് ഇത് ഏറ്റെടുത്തു. ഇത് മറ്റു ഒരുപാട് രാജ്യങ്ങളിലേക്ക് ഇത് പടർന്നു. അമേരിക്കയിൽ തുടങ്ങിയ കാര്യം ഇന്ന് കേരളത്തിൽ റീഅസൈൻമെന്റ് സർജറികൾ ഒത്തിരി നടക്കും. അപ്പോൾ ഇത് ശരിക്കും നമ്മൾ മനസ്സിലാക്കുന്ന ഇതൊരു തെറ്റായിട്ടുള്ള ശാസ്ത്രം അവരുടെ നിലനിൽപ്പിന് വേണ്ടി അവർ കൊണ്ടുവന്നു. അതെന്തും ആയിക്കൊള്ളട്ടെ, ഒരു റിസർച്ച് പേപ്പറിൽ നമുക്ക് എങ്ങനെ വേണേലും റിസർച്ച് ചെയ്യാം. അതിൻ്റെ ജെന്യൂനിറ്റി ഒരു പക്ഷേ ആളുകൾ നോക്കണമെന്നില്ല. അതിനെ ഡിഫെൻഡ് ചെയ്യാൻ അയാൾക്ക് സാധിക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ അതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അദ്ദേഹം വലിയൊരു പ്രശസ്തനായ സെക്സോളജിസ്റ്റ്, അല്ലെങ്കിൽ സെക്സ് റീഅസൈൻമെൻറ്റിൻ്റെ അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വിദഗ്ധനായിട്ട് ലോകം അദ്ദേഹത്തെ അംഗീകരിച്ചു. ധാരാളം പുരസ്കാരങ്ങൾ കിട്ടി. അദ്ദേഹത്തിന് 65 അവാർഡ്സൊക്കെ കിട്ടിയെന്നാണ് പറയുന്നത് ഇത് ലോകത്തിൽ നിന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പല ലേഖനങ്ങളും ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള പല ആധികാരിക പഠനങ്ങളെന്നൊക്കെ പറഞ്ഞ് ലോകത്തിലെ എല്ലാ ഭാഷകളിലേക്കും ഇത് പോകാൻ തുടങ്ങി. അങ്ങനെയാണ് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇത് വളരെ സർവ്വപ്രധാനമായിട്ട് ഈ സെക്സ് റീഅസൈൻമെൻറ്റ് സർജറിയും ജെൻഡർ ക്ലിനിക്കുകളും ഒക്കെ രൂപം കൊണ്ടത്. സർ, ഡേവിഡ് റേമറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എന്നെ ഏറ്റവും സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം ഹി കമ്മിറ്റഡ് സൂയിസൈഡ് എന്നുള്ളതാണ്. 22ാമത്തെ കുഞ്ഞിന് 22 മാസം പ്രായമുള്ളപ്പോഴാണ് അവൻ്റെ വൃഷണങ്ങൾ എടുത്തു മാറ്റി ആ റീഅസൈൻമെൻറ്റ് സർജറി എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതൊക്കെ ചെയ്ത് അവനെ പെണ്ണായിട്ട് വളർത്താനായിട്ട് ഹോർമോണൽ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ചെയ്തു. അതിനുശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് ജോൺ മണി പറഞ്ഞത് നമുക്കിവന് ആർട്ടിഫിഷ്യൽ വജീന കൊടുക്കാവുന്നതാണ്. അതും ഈ ഇപ്പോഴത്തെ റീഅസൈൻമെൻറ്റ് സർജറിയുടെ ഫൈനൽ സ്റ്റേജാണ്. അപ്പം അത് നോൺ ഫങ്ഷണൽ വജീന അല്ലെ പെന്നീസ് റീഅസൈൻമെൻറ്റ് സർജറിയിൽ ചെയ്യുന്നത്. പക്ഷേ പേരൻസ് അത് സമ്മതിച്ചില്ല, അത് മാത്രം ചെയ്തില്ല.
അല്ലാതെ ബാക്കിയെല്ലാം ചെയ്തു. പക്ഷേ 14-ാമത്തെ വയസ്സിൽ അവനെ അത് മനസ്സിലായി കഴിഞ്ഞ് ഡീട്രാൻസിഷൻഡായി. പിന്നെ അവൻ ലോകത്തോട് ഇത് തുറന്നു പറഞ്ഞു. അത് കഴിഞ്ഞ് ഇൻ കപ്പിൾ ഓഫ് ഇയേഴ്സ് ഹി കമ്മിറ്റഡ് സൂസൈഡ്. അല്ല, റെയ്മർ ചെയ്തത് ഇന്ന് പലരും ചെയ്യുന്നുണ്ട് സൂയിസൈഡ്. തീർച്ചയായിട്ടും. അല്ലേ, അവർ കടന്നു പോകുന്ന ഡിപ്രഷനും ട്രോമയൊക്കെ. ജോൺ മണി ഒരു പക്ഷേ ജോൺ മണിയുടെ ഒരു കരിയർ ഗ്രോത്തിനോ വളർച്ചയ്ക്കോ വേണ്ടിയായിരിക്കാം ഇത് ചെയ്തത്. ഒരു ഐഡിയോളജി പ്രചരിപ്പിക്കാൻ ഏതറ്റം വരെ മനുഷ്യർ പോകും. അതും ലോകത്തിൽ ആദ്യമായിട്ടുള്ള ഐഡിയോളജി. അതിനുവേണ്ടി ഒരു കുഞ്ഞിനെ ഉപകരണമാക്കി എന്നുള്ളത്. ആരെങ്കിലും ആകണമല്ലോ. ആ കുഞ്ഞിനെ, ആ കുടുംബത്തെ, ആ പേരൻസ് അവരുടെ ടെസ്റ്റ് മണിയിൽ പറയുന്നതാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ 2 കുഞ്ഞുങ്ങളെയും നഷ്ടപ്പെട്ടത് ഈ ഒരു വ്യക്തി കാരണമാണെന്ന്, ജോൺ മണിയാണെന്ന്. പക്ഷെ അതൊക്കെ എത്രത്തോളം ആൾക്കാരിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട് എന്നതിൽ നമുക്ക് അല്ല, ഈ ബുക്ക് ന്യൂയോർക്ക് പിന്നെ ഏറ്റവും ബെസ്റ്റ് സെല്ലറായിട്ട് ന്യൂയോർക്ക് ടൈംസ് ഒക്കെ പുറത്തു വിട്ടതാണ്. അങ്ങനെയാണ് ഈ ലോകം. പക്ഷേ അത് എത്ര പേരാ? അപ്പോഴത്തേക്കും കുറേ ആളുകൾ ഇതൊരു ഐഡിയോളജിയാണ്. ഒരു വസ്തുനിഷ്ഠമായിട്ടുള്ള ഒരു സംഭവത്തിലൊന്നും ആളുകൾ അധികം ശ്രദ്ധ കേന്ദ്രീകരിക്കത്തില്ല. അതൊക്കെ ജസ്റ്റ് ആളുകൾ നെഗ്ലക്റ്റ് ചെയ്യും. ഒരു ഐഡിയോളജിയുടെ പുറകെയാണ് പിന്നെ പോകുന്നത്. അതൊരു എക്സെപ്ഷണൽ കേസായിട്ട് 60-കളിൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും അവിടെയും ഈ പറഞ്ഞ പോലെ എല്ലാം അതിൻ്റെ ക്ലൈമാക്സിൽ വരുന്ന സമയമാണ് 60-കളിലാണ് ഈ സംഭവം നടക്കുന്നത്. 55 മുതൽ ഇദ്ദേഹം ജെൻഡർ റോളും ജെൻഡർ ഐഡിയോളജി, പിന്നെ അതിൻ്റെ കണ്ടിന്യൂവേഷനാണ്. അദ്ദേഹം 2000-ലധികം ലേഖനങ്ങളും പേപ്പറുകളും ഇതിനെപ്പറ്റി എഴുതിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം സർക്കുലേറ്റ് ചെയ്തിരിക്കുകയാണ് ലോകം മുഴുവനും. ലോകത്തിലെ പല ഭാഷകളിലേക്കാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ല, ഈ കഴിഞ്ഞ വർഷങ്ങളിലും ഇങ്ങനത്തെ ഡിപ്രഷനും ട്രോമയൊക്കെ കാരണം സൂയിസൈഡ് കേസസ് നമ്മൾ കേരളത്തിൽ തന്നെ കണ്ടിട്ടുണ്ട്. ഇതിൽ എനിക്ക് തോന്നുന്നു നമ്മളൊരു എപ്പിസോഡിൽ പറഞ്ഞതാണ്, ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പേരൻസിനെ പലരും ഇത് കൗൺസിൽ ചെയ്യുമ്പോൾ അവർ പറയുന്നത്, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഈ ഡിപ്രഷൻ മാറണമെങ്കിൽ ഇതേ ഉള്ളൂ സൊല്യൂഷൻ എന്ന് പറയും. പക്ഷേ എങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, അമേരിക്കൻ പീഡിയാട്രീഷ്യൻ അസോസിയേഷൻ്റെ പ്രസിഡൻറ്റ് പറഞ്ഞത് ഒരു 20% കൂടത്തേ ഉള്ളൂ ഈ സൂസൈഡൽ ടെൻഡൻസി സാധാരണ ആളുകളിൽ നിന്നും. റീഅസൈൻമെൻറ്റ് സർജറി ചെയ്താൽ പോലും, അല്ലെങ്കിൽ ട്രാൻസിഷൻ ചെയ്താൽ പോലും 20% മറ്റുള്ളവരെക്കാട്ടിൽ ഇവർക്കാണ് ടെൻഡൻസി കൂടുതലുള്ളത്, സർവേയിൽ അത് പറയുന്നത്. യെസ്, നമ്മൾ ഇന്ന് എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുന്നു. സർ ഒന്ന് ഈ 4 വ്യക്തികളെ നമ്മൾ മനസ്സിൽ വെക്കുക. പിന്നെ ഒരു എത്തയിസ്റ്റ് ആയിരുന്നു സിഗ്മണ്ട് ഫ്രോയിഡ്. അദ്ദേഹം പറഞ്ഞ ആശയം എന്താണ്? എല്ലാം ഈ പറഞ്ഞ ലോകത്തിലുള്ള ഇതെല്ലാം ഈ ദൈവത്തിന് വേണ്ടിയുള്ള ദാവവും കാര്യങ്ങളും ഒക്കെ എന്തോ ഒരു എംറ്റിനെസ്സിന് വേണ്ടി മനുഷ്യൻ ചെയ്യുന്നതാണ്. അതിൽ റിയാലിറ്റി ഒന്നുമില്ല. സെക്ഷുവൽ ഡിസയേഴ്സ്, അതിൻ്റെ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തുന്നത്, ഇതൊക്കെയാണ് വലിയ കാര്യങ്ങളെന്നും പറഞ്ഞ് ഒരു സൈക്കോ അനാലിസിസും കാര്യങ്ങളും ഒക്കെ അദ്ദേഹം ലോകത്തിന് കൊണ്ടുവന്നു. അതേസമയം തന്നെ നമ്മൾ മാർഗരറ്റ് സാങ്ങറിനെ കണ്ടു. മാർഗരറ്റ് സാങ്ങർ വന്നു. അവർ സ്ത്രീകളുടെ ഹെൽത്ത് പ്രിവെൻറ്റീവ്, റിപ്രൊഡക്റ്റീവ് ഹെൽത്ത് പ്രിവെൻഷൻ എന്ന് പറഞ്ഞിട്ട് അവർ കോൺട്രാസെപ്റ്റീവ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. സ്ത്രീയുടെ ലിബറേഷൻ എന്ന് പറഞ്ഞ് അവർ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം, ഇന്നത് ചെയ്യുക, അതുപോലെ തന്നെ ഫാമിലിയെ ഇല്ലാതാക്ക്, അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ നിങ്ങൾ വേണ്ടായെങ്കിൽ കൊന്നുകള, അത് ഉദരത്തിൽ തന്നെ വെച്ച് കൊന്നുകള. ഇങ്ങനെ ഒരു റോങ് ഐഡിയോളജിയിൽ ഇന്ന് നമുക്ക് കോൺട്രാസെപ്ഷനും അബോർഷനും ലോകത്തിൽ 55 to 70 മില്യൺ കുട്ടികളെ ഒരു വർഷം അബോർഷൻ്റെ പേരിൽ കൊല്ലുന്നുണ്ട് ലോകം. അതുപോലെ തന്നെ കോൺട്രാസെപ്റ്റീവ്സ് ഇന്ന് ഒരു 90%-ലധികം ആളുകളും കോൺട്രാസെപ്റ്റീവ്സ് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്, മാരീഡ് ആളുകളും അല്ലാത്തവരും. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഒരുപാട്, ഇതെല്ലാം കണക്കുകളാണ്, നമുക്ക് കൃത്യം അറിയുകയില്ല. കാരണം ഗവൺമെൻറ് കണക്കുകൾ പോലും അവർക്ക് കൃത്യം അറിയാൻ പറ്റുന്നില്ല. പിന്നെ വന്നതാണ് ഹോമോസെക്ഷുവാലിറ്റിയുടെ അതിൻ്റെ ഒരു തീ ആളിക്കത്തൽ. അപ്പോൾ ഈ സെയിം സെക്സ് മാരേജ്, അതിന് ശേഷമാണ് ഈ സെയിം സെക്സ് മാരേജ് ലീഗലൈസേഷനും അതിനുള്ള ഒരുപാട് മുറവിളികളും, അതുപോലെ പിന്നെ നമ്മുടെ ഈ പ്രൈഡ്, അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ പിന്നീട് അതിൻ്റെ പല വിധത്തിൽ പിന്നെ ഫോം ചെയ്തു വന്നതാണ്. പല രാജ്യങ്ങളും ഹോമോസെക്ഷുവാലിറ്റി, സെയിം സെക്സ് മാരേജൊക്കെ ലീഗലൈസ് ചെയ്തു. ഇതെല്ലാം അതിന് ശേഷം സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പിന്നീട് വന്നതാണ് നമ്മുടെ പിന്നെ ജോൺ മണി. ജെൻഡർ ഐഡിയോളജി, ജെൻഡർ റോളിനെ തന്നെ ലോകത്തിലേക്ക് കൊണ്ടുവന്നു. ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് എന്തും നിങ്ങളെ
ആകാൻ ആഗ്രഹിക്കുന്നു അത് നിങ്ങൾക്ക് ആകുന്നതാണ്. അത് നമ്മൾ വളർന്നു വരുന്ന സാഹചര്യങ്ങളിൽ എങ്ങനെ കുഞ്ഞുങ്ങളെ വളർത്തുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായി തീരണം, അതാണ് നിങ്ങളുടെ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിൽ ഏറ്റവും സക്സസ്ഫുള്ളാണ് സെക്സ് റീ അസൈൻമെൻറ്റ് സർജറി എന്ന് പറഞ്ഞ ആദ്യത്തെ സെക്സ് റീ അസൈൻമെൻറ്റ് സർജറി നടത്തിയ കഥയൊക്കെ നമ്മൾ ഇതിൽ കേട്ടു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജെൻഡർ ഐഡിയോളജിയുടെ റൂട്ട് അണ്ടർനീത്തിൽ കിടക്കുന്ന ഐഡിയോളജികൾ പലതും നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ എപ്പിസോഡ് കാണുന്ന ഏവരും അത് മനസ്സിലാക്കും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. സോ നമുക്കൊന്ന് പ്രാർത്ഥിച്ച് തീർച്ചയായിട്ടും നമുക്ക് പ്രത്യേകമായിട്ട് ഈശോയുടെ സന്നിധിയിൽ സെയിം സെക്സ് അട്രാക്ഷനുള്ള എല്ലാവരെയും നമുക്ക് സമർപ്പിക്കാം. ട്രാൻസ്ജെൻഡറിസം അല്ലെങ്കിൽ ജെൻഡർ ഡിസ്ഫോറിയ, സെക്സ് റീ അസൈൻമെൻറ്റ്, ട്രാൻസിഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെ അതുപോലെ കൺഫ്യൂഷനുള്ള എല്ലാ മക്കളെയും നമുക്ക് ഈശോയിലേക്ക് കൊണ്ടുവരാം. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളാണ് അവർ. ഈശോയുടെ വലിയ സ്നേഹ സാന്നിധ്യം അവരുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കാനായിട്ട് അവരെ ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ കടന്നു വന്നിരിക്കുന്നത് എല്ലാ തരത്തിലുള്ള ആളുകളെയും ഉൾക്കൊള്ളുവാൻ വേണ്ടിയിട്ടാണ്. ഒരുപക്ഷേ ഏതെങ്കിലും ഈ ഐഡിയോളജിക്ക് വിക്റ്റിമായിട്ടുള്ള ആളുകൾ ഇത് കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ, നിങ്ങളുടെ സമൂഹത്തിൽ, നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലൊക്കെ ഉണ്ടെങ്കിൽ അവരെയെല്ലാം ഞങ്ങളോടൊപ്പം നിങ്ങളും ഈ നിമിഷം ഈശോയ്ക്ക് സമർപ്പിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശം ലഭിച്ചുകൊണ്ട് സത്യത്തിലേക്ക് നടന്നെടുക്കുവാനും അതിനുവേണ്ടി നിലകൊള്ളുവാനും അവരുടെ ശരീരം ഏറ്റവും ദൈവം കൊടുത്തിരിക്കുന്ന വലിയ ഒരു ദാനമാണ് അവരുടെ ശരീരവും സെക്ഷുവാലിറ്റിയും എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ആ ദൈവത്തിന് നന്ദി പറഞ്ഞ് ജീവിക്കാനുള്ള ഒരു വലിയ ആഗ്രഹം അവർക്ക് കൊടുക്കാനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അമ്മേ മാതാവേ, പ്രത്യേകമായിട്ട് അമ്മയുടെ നീലക്കാപ്പയിൽ ഈ മക്കളെ എല്ലാം കാത്തുകൊള്ളണമേ. ഈ എപ്പിസോഡിലൂടെ അനേകരുടെ ജീവിതത്തിൽ ക്ലാരിറ്റി വരുവാനായിട്ടും സത്യം മനസ്സിലാക്കുവാനും അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം ഉണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നാം ഈ കഴിഞ്ഞ എപ്പിസോഡുകളിലായി പരിചയപ്പെട്ട 4 വ്യക്തികൾ: സിഗ്മണ്ട് ഫ്രോയിഡ്, മാർഗരറ്റ് സാങ്കർ, ആൽഫ്രഡ് കെൻസി, ജോൺ മണി. ഈ വ്യക്തികളെ പരിചയപ്പെടുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ചിലതുണ്ട്. ഇവർ മുൻപോട്ട് വെച്ച ആശയങ്ങൾ അനേകർ വിശ്വസിക്കുന്നു എന്നതുകൊണ്ട് സത്യമായിരുന്നില്ല. മുൻപോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ നാം വിശ്വസിക്കണമോ വേണ്ടയോ അത് തീരുമാനിക്കുന്നത് അതിലുള്ള സത്യങ്ങളാണ്. സത്യത്തെ തിരിച്ചറിയാനുള്ള ഈ യാത്ര നമുക്ക് തുടരാം. നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കാൻ മറക്കണ്ട. ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ് info@tobforlife.org.